കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ലെവനെ ഗുരുവായൂരിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പം വടക്കുനാഥന്റെ മുന്നിലല്ലേ? അത് തന്നെ, കുറച്ച് അധികം ദിവസങ്ങളിലായി ഗുരുവായൂർ തന്നെയാണ്. ഇനി അഷ്ടമി രോഹിണിക്ക് ഗുരുവായൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വടക്കുനാഥന്റെ മുന്നിലാണ്. ഏറ്റുമാനൂരപ്പന്റെ മണ്ണിൽ നിന്നും വടക്കുനാഥന്റെ മണ്ണിലേക്ക് വന്നിട്ട് കുറച്ചധികം കാലങ്ങളായി. അപ്പോൾ വടക്കുനാഥന്റെ മണ്ണിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വടക്കുനാഥന്റെ മുന്നിൽ നിന്നായിരിക്കാം ഇന്നത്തെ ഓണമെന്ന് കരുതുന്നു സേതു. ഓക്കെ, അപ്പൊ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരുവോണമായിട്ട്? സേതു, ഓണവിശേഷം തന്നെയാണ്. എല്ലായിടത്തും ഓണം കാഴ്ചകളും മറ്റുമാണ് കാണാൻ കഴിയുന്നത്. രാവിലെ തൃശ്ശൂർ ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴ കാരണം ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നേരിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, അത്തം കറുത്താൽ അത്തം വെളുത്താൽ ഓണം കറുക്കും, ഓണം കറുത്താൽ അത്തം വെളുക്കുമെന്നൊക്കെയുള്ളത്. അത് ഇന്നത്തെ കാര്യത്ത് തൃശ്ശൂർ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. കാരണം മഴ അങ്ങോട്ട് മാറി, വലിയ മൺസൂൺ കാലം അങ്ങ് മാറിക്കഴിഞ്ഞ് അത്ത സമയത്ത് നല്ല വെയിലായിരുന്നു. വീണ്ടും ഇത്രയധികം ചൂടോ എന്ന് നമ്മൾ ചിന്തിച്ച സമയത്താണ് അത്തരത്തിലുള്ള വെയിലുണ്ടായിരുന്നത്. പക്ഷേ ഓണത്തോട് അനുബന്ധിച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നല്ല മഴയാണ്. പുലർച്ചെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, രാത്രിയും മഴയുണ്ടായിരുന്നു. ഇങ്ങനെ ഓണം മഴയത്തായി പോകുമെന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ സമയത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എല്ലാവരും ആ മഴയത്തു നിന്നാണെങ്കിലും എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്കൊക്കെ വരുന്നുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ നിരവധി പേരുണ്ട്. നമ്മളോടൊപ്പം ക്ഷേത്രോപദേശക സമിതി അംഗമായിട്ടുള്ള ഹരിഹരൻ ഉണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഓണം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? പൊതുവെ തിരക്ക് കാര്യങ്ങളുണ്ടോ? എന്താണ് അവസ്ഥ? ഇപ്രാവശ്യം ഓണം എന്താ വെച്ചാൽ +1 അത്തം 11 ഓണാണ്. 10 ഓണമല്ല, ഇപ്രാവശ്യം 11 ഓണാണ്. അമ്പലത്തിന് വെച്ചാൽ ഒരു മണിക്കൂർ നേരത്തെ ക്ഷേത്രം നട അടയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടവരെ എല്ലാവർക്കും ഓണാഘോഷിക്കാൻ വേണ്ടി 1 മണിക്കൂർ നേരത്തെ അടയ്ക്കും. പിന്നെ സ്പെഷ്യൽ പൂജകൾ, ഇരട്ടി പൂജ, പ്രത്യേക പൂജകളുണ്ട്. പിന്നെ വെച്ചാൽ വടക്കുന്നാഥൻ ഓണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ എല്ലാവരെയും റീൽസ് എടുക്കേണ്ട സെന്ററാണ് ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രം. അതായത് കേരളത്തിലെ എല്ലാവരും, തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂർ വഴി പാസ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ വടക്കുന്നാഥന്റെ അടുത്ത് വന്നിട്ട് റീൽസോ ഫോട്ടോ എടുത്തില്ല പറ്റില്ല. ആരും വന്നാലും വടക്കുന്നാഥൻ പ്രശ്നം വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുമ്പോൾ എന്തായാലും വടക്കുന്നാഥൻ പ്രശ്നം വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വടക്കുന്നാഥന്റെ ഓണം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ കാണാനാണ് അങ്ങനെ ഓണം. അതും ഇപ്പോൾ തിരക്ക് കുറവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റീൽസിന്റെ നല്ല ബഹളമാകും. വടക്കുന്നാഥന് മുമ്പ് മുഴുവൻ ജനത്തിന്റെ പൂരമായിരിക്കും ശരിക്കും പറയുമ്പോൾ. വടക്കുന്നാഥനും ഓണം അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ നമ്മൾ 10 ദിവസം, ഇപ്പോൾ 11 ദിവസം നമ്മൾ പൂക്കളം ഇട്ടിട്ടുണ്ട്. ഇന്ന് 11 അത്തം 11 ഓണാണ്. അപ്പൊ ഇന്നും പൂക്കളം 2 പൂക്കളായിട്ടിട്ടുള്ളത്. നമ്മളിനി പുലിക്കളിയിലോട്ടും ഒക്കെ പോകാൻ പോവുകയാണ്, കുമ്മാട്ടിയിലോട്ടൊക്കെ 29-ാം തീയതി. അതോടുകൂടിയാണ് തൃശ്ശൂരുകാരുടെ ഓണം കഴിയുള്ളൂ. എങ്ങനെയായി, എവിടം വരെ കാര്യങ്ങളൊക്കെ? ഓണം ഇതാ മുറ്റത്ത് എത്തിയിട്ടുണ്ടല്ലോ. വീട്ടിലേക്ക് ഇതിപ്പോ കയറും ഓണം. ഈ പറഞ്ഞ പോലെ തൃശ്ശൂരുകാർക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഓണം അവസാനിക്കില്ല. പുലിക്കളി കഴിയണ വരെ നമുക്ക് ഓണം വൈബ് തന്നെയാണ്. മഴ പെയ്താലും നമ്മൾ ആഘോഷിക്കേണ്ടതൊക്കെ ആഘോഷിക്കും. ഈ സദ്യവട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്? ഒരുവിധം പണികൾ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. നമ്മൾ സ്ഥിരം ഇവിടെ നടക്കാൻ വരുന്ന ഒരു ടീമാണ്. അതെ, വടക്കുന്നാഥൻ വാക്കേഴ്സിന്റെ ടീമാണ്. ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് ഇവിടെ, വാക്കേഴ്സിന്റെ ഒരു ക്ലബ്ബുണ്ട്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഓണാഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആഘോഷം, മാവേലിയുടെ വേഷമൊക്കെ ഇട്ടിട്ട് അതിന്റെ ഒരു ചെറിയൊരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പം സേതു, വടക്കുനാഥന് മുന്നിൽ പൂക്കളം കൂടി നമുക്ക് കണ്ടുപോകാം. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ആ പൂക്കളം ഇവിടെ ഉണ്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു പോകാമെന്ന് തോന്നുന്നു. ഇവിടെ ധാരാളം ഭക്തർ ഇങ്ങനെ പല സമയങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടത് വടക്കുനാഥനിലെ പൂക്കളമല്ല. വടക്കുനാഥന് മുന്നിൽ എല്ലാ ദിവസവും അത്തം പിറന്നത് മുതൽ എല്ലാ ദിവസവും സ്ഥിരമായി ക്ഷേത്രത്തിൽ പൂക്കളം ഇടുന്നുണ്ട്. ഓരോ രൂപങ്ങൾ, അതായത് ഓണവുമായി ബന്ധപ്പെട്ടിയും ഭക്തിയുമായി ബന്ധപ്പെടുത്തിയും ഒക്കെയാണ് ഓരോ തരത്തിലുള്ള രൂപങ്ങൾ പൂക്കളമായി ഇടുന്നത്. ഇന്ന് വടക്കുനാഥന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പൂക്കളം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. ചന്ദ്രകലാധാരിയായ വടക്കുനാഥന്റെ രൂപത്തിലുള്ള പൂക്കലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിൽ ഇത്രയധികം സമയം, ഇത്ര നേരം തന്ത്രി പൂജയായിരുന്നു. തന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള വിശേഷ ദിവസത്തെ പൂജയാണ്. ഇരട്ടി പൂജ എന്ന് പറയുന്ന പ്രത്യേക പൂജ കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം 10 മണിയോടുകൂടി 10:30 നടയടയ്ക്കും. ഏതായാലും വലിയ തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഭയങ്കര നല്ല ഭംഗിയുള്ള പൂക്കളം.